ഒരു ഭാര്യയോട് നമുക്കുള്ള കടപ്പാടുകളെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ ഒരു ആയത്ത് അടുത്തിടെ അത് ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് അതിൻ്റെ ആ ആയത്തിൻ്റെ ഒരു ആഴം ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഭാര്യമാരെ ഒഴിവാക്കാൻ താല്പര്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഇടങ്ങേറാക്കും, ബുദ്ധിമുട്ടാക്കിയിട്ട് അവർ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുകയും അവൻ കൊടുത്ത മഹർ പോലും അവൾക്ക് തിരിച്ചു കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു രൂപം ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അവരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കൊടുത്ത മഹറടക്കം അവളിൽ നിന്ന് വാങ്ങി വെക്കുന്നത്? നിങ്ങൾ പരസ്പരം കൂടിച്ചേരുന്നു. അതായത് എത്ര മാത്രമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം നോക്കും നിങ്ങൾ. വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരാൾ, അയാളുടെ ഭാര്യ ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷിതമായി പോവല്ലേ, നേരം വെളുത്തിട്ട് അവസാനം ഏതോ രൂപത്തിലാണ് അവരുടെ ആ മയ്യത്ത് കിട്ടുന്നത്. ചില പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പക്ഷേ അയാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ആ സമയത്തൊക്കെ കുറച്ച് നമ്മുടെ വിശ്വാസത്തിനൊക്കെ നിരക്കാത്ത വാക്കുകൾ പറഞ്ഞു പോയി, ആ വിഷമം കൊണ്ട് വേദന കൊണ്ട്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് വയനാട്ടുകാർ പറയണത്, അവിടെ സന്ദർശിക്കാൻ പറഞ്ഞ് ഈ സ്ത്രീയെ മറവ് ചെയ്ത ഖബറിൻ്റെ അടുത്ത് അയാൾ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അയാൾ ഇങ്ങനെ വർത്താനം പറയും, ഒരു ഭ്രാന്തനെ പോലെ ഈ ഖബറിലേക്ക് വർത്താനം പറയും. അവസാനം പറയും, നീ ഉറങ്ങിക്കോ, ഞാൻ പോവാണ്. അത് ഒരു ദിവസവും 2 ദിവസവും ഒന്നല്ല സുഹൃത്തുക്കൾ. ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതാ പ്രശ്നം. ഒരു ഭാര്യ തരുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു ഭർത്താവ് കൊടുക്കുന്ന സ്നേഹം, അതാണ് അഫ്ലാഭാഗം. പരസ്പരമുള്ള ആ എത്രമാത്രമാണ് നമ്മൾ കൂടിച്ചേരുന്ന ഒരു മാനസികാവസ്ഥ നോക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ബാത്റൂമിൽ ചെല്ലുന്ന സമയത്ത് പല ബ്രഷുകളുണ്ട്. നമ്മുടെ ബ്രഷ് ഏതാണെന്ന് സംശയമായാൽ നമ്മൾ എന്ത് ചെയ്യൂല, തേക്കൂലെന്ന് വേണ്ടാന്ന്. എന്നാൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങളുടെയും ഭാര്യയുടെയും മാത്രം ബ്രഷ് ഒരു ബാത്റൂമിൽ ഇരിക്കുന്നു, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, നിങ്ങളുടെ ബ്രഷ് ഏതാണ്, നിങ്ങൾ ഏത് ബ്രഷ് കൊണ്ട് തേൽക്കും? ഞാനത് വെറുതെ പറയണതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പല്ല് തേച്ച ആ ഉമിനീർ പുരണ്ട ആ അറാക്ക് കൊണ്ട് അവസാനം ചുണ്ട് നനഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. പറ്റും സുഹൃത്തുക്കളെ, അത്രമാത്രം ചേർന്ന് നിൽക്കേണ്ട ഒരു പെണ്ണിനെ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിച്ചു. ഇവളോട് എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുന്നു? നിങ്ങൾ ആ പറഞ്ഞതും ചെയ്തതുമെല്ലാം ഇത്രമാത്രം ചേർന്ന് നിൽക്കുന്നവരോട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി? അല്ല ചോദിക്കണം. രണ്ടാമത് പഠിച്ചോൻ പറഞ്ഞ എന്താ നിങ്ങൾ, ശക്തമായ ഒരു കരാറാണ് ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയത്. ശക്തമായ കരാർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്ത്രീകൾ മുഴുവൻ നമ്മളെടുത്ത് കുടുങ്ങിക്കിടക്കണം. അവർക്കിനി പോവാൻ സ്ഥലമില്ല. ധാരാളം വീടുകളിൽ സ്ത്രീകൾ ഇറങ്ങിപ്പോവാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ സ്ഥലമില്ല. മനസ്സിലേ? ഒരു പെൺകുട്ടി ഭർത്താവിനെ അവൻ്റെ ദുശ്ശീലം കൊണ്ട് ഒഴിവാക്കി. ചെറിയ കുട്ടികളാണ്, അവൾക്കിപ്പോൾ ജീവിക്കാൻ മാർഗമില്ല. അപ്പോൾ ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ എവിടെ കൊണ്ടാക്കുന്നു വെച്ചപ്പോൾ അവളെ വാപ്പയും പറഞ്ഞു, അവിടെ നോക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയാതെ, അവളെ സ്വന്തം വാപ്പയും ഞങ്ങൾക്ക് പറ്റൂല. എന്നിട്ട് ഒഴിവാക്കിയ ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അവൾ ചോദിക്കണേ, നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നതാണ്? പോകാനൊരിടമില്ല. വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിറങ്ങുമ്പോൾ, കൈപിടിച്ചിറങ്ങുമ്പോൾ ഒരു രക്ഷിതാവിനെ നിനക്ക് തന്നു, അവൻ നിന്നെ ഏറ്റെടുത്തു, ഇനി നിനക്കൊരു സ്ഥലം ആവശ്യമില്ലെന്ന് വീട്ടുകാർ വിധി എഴുതി. അവൾക്ക് 4 ദിവസം വീട്ടിൽ പോയി നിന്നാലോ ഇവിടെ ഞാൻ നിൽക്കേണ്ടതാണോ എന്ന ബോധം അവളെ അവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അത്ര വലിയ കരാറ് സ്വീകരിച്ച് വാപ്പയ്ക്കും ഉമ്മക്കും പകരം അവരെക്കാളും വലിയ രക്ഷിതാവായി ഏറ്റെടുത്ത ആ പെണ്ണിനോട് അതിനനുസരിച്ച് പെരുമാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത്രമാത്രം ഏറ്റെടുക്കുമ്പോൾ ആ പെണ്ണിന് ഭർത്താവിനോടും സ്വന്തം മാതാപിതാക്കളോടുള്ളതിനേക്കാളും വലിയ കടമയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സ്നേഹം